ഈ വർഷം ഇറങ്ങിയ ഒരു അസലൊരു കുടുംബ പ്രേക്ഷകർക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന, രസിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഭരതനാട്യം എന്നൊരു സിനിമ. വളരെ വൈകിയാണ് ഞാൻ കണ്ടത്, കഴിഞ്ഞ മാസം ഇറങ്ങിയൊരു സിനിമയാണ്. പക്ഷേ മലയാള സിനിമയൊക്കെ നമ്മൾ വളരെ വൈകിയേ കാണാറുള്ളൂ. ഇനിയും ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിവ്യൂ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായൊരു അനുഭവം കൂടെ ഞാൻ പറയുകയാണ്. നല്ലൊരു കഥ, നല്ലൊരു പ്രകടനം, എല്ലാവരുടെയും പ്രകടനമൊക്കെ അടിപൊളി. പിന്നെ ഒരു നന്മയുടെ കഥയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡാർക്ക് കോമഡിയാണ്. നമുക്ക് ഭയങ്കര ഇമോഷണലി നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് അതൊരു ഫണ്ണാക്കി തന്നെ കണ്ടുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് പല സീനുകൾക്കും ഉള്ളത്. നല്ല രസത്തിലെടുത്തിട്ടുണ്ട് കൃഷ്ണദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയറക്ടർ. സൈജു കുറുപ്പും പിന്നെ സായ് കുമാറും ഒക്കെയാണ് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. സൈജു കുറുപ്പ് ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറൊക്കെയാണ്. അവിടുന്ന് ചെറിയ ഒരു തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം എന്ന് പറയുന്നത് കൂട്ടുകുടുംബ ഒരുപാട് ആളുകളൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. പെങ്ങളെ കെട്ടിച്ചയച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അയാൾക്കൊരു വർക്കൊന്നും ഇല്ലാത്ത സമയത്ത് അയാൾ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ സായ് കുമാറാണ് ഇവരുടെ അച്ഛൻ. മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിലെ ഭരതൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഭരതനാട്യം പേരിലുള്ള ഈ ഭരതൻ്റെ നാട്യമാണ് സിനിമ. അപ്പോൾ ഈ ഭരതൻ എന്നൊരു ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സായ് കുമാർ. അപ്പോൾ ഈ ഭരതൻ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര ആ കുടുംബത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. എല്ലാവരോടും ഭയങ്കര എന്താ പറയുക, ചിരിക്കാൻ പോലും വളരെ എന്താ പറയുക ഒന്ന് മടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര എല്ലാവരോടും ഭയങ്കര, നമുക്കൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ ഫാമിലിയിലൊക്കെ നമ്മളടുത്ത് ദേഷ്യം പിടിക്കുന്ന ഒരു അമ്മാവൻ, അതേപോലത്തെ ഒരു വ്യക്തിയാണ് ഭരതൻ എന്നൊരു ക്യാരക്ടർ. അങ്ങനെ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു സ്ട്രോക്ക് വരികയാണ്. ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു പ്രശ്നം വരികയാണ്, ഹോസ്പിറ്റലൈസ് ആവുകയാണ്. അങ്ങനെ ഈ ഒരു മരണവെപ്രാളത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഡോക്ടറൊക്കെ വിധി എഴുതിയ ഒരു സമയത്ത് പല ആളുകളെയൊക്കെ വന്ന് കണ്ടോട്ടെ, ഐ സി യുവിലാണ് ഇദ്ദേഹം. ഇപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ സൈജു കുറുപ്പിനെ വിളിച്ചുകൊണ്ട് ഈ സായ് കുമാർ ഏതാണ് നമ്മളെ ബാലേട്ടൻ സിനിമയിൽ നെടുപടി വേണം ലാലേട്ടനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്ക് ഇനിയൊരു കുടുംബം കൂടെ ഉണ്ട് എന്ന് പറയുന്നില്ലേ, അതേ ഒരു സീൻ ഇവിടെ ആവർത്തിക്കുകയാണ്. കുമാറിൻ്റെ ക്യാരക്ടർ ഭരതൻ തൻ്റെ മകനായിട്ടുള്ള സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറിനോട് പറയുകയാണ്, എനിക്കിനിയൊരു വൈഫും ഒരു മകനും ഉണ്ട്, നീ എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവരെ ഒന്ന് കാണണം എന്നൊക്കെ പറയാണ്. അങ്ങനെ കണ്ണൂരുള്ള അവിടേക്ക് ഒരു നാട്ടിലേക്ക് സൈജു കുറുപ്പ് തൻ്റെ തൻ്റെ അച്ഛൻ്റെ അവിഹിത ബന്ധത്തിലുള്ള ഒരു ഭാര്യയെയും മകനെയും നോക്കി പോവുകയാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അസുഖം കുറയുന്നതും അദ്ദേഹത്തിൻ്റെ ദിവസം എണ്ണപ്പെട്ടു എന്ന് വിധി എഴുതിയ ഡോക്ടർമാർ ഇവരെല്ലാവരും കൂടെ വന്ന് കണ്ട് ഒരു കരഞ്ഞ് അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ കൂടെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ അസുഖം പതിയെ ഇല്ലാണ്ടാവുകയും ഒരു മരണത്തിൽ നിന്നാണ് അയാൾ മുക്തി നേടി ലൈഫിലേക്ക് അയാൾ തിരിച്ചെത്തുകയും ചെയ്യുകയാണ്. പക്ഷേ ഒരു പ്രശ്നം പറ്റി, ഫാമിലിയിൽ ഇപ്പോൾ ഒരു ഭയങ്കര കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ അവിഹിത കഥ നാട്ടിൽ അറിയരുത് എന്നുള്ളൊരു കാര്യം അവർ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുന്നതും, അതായത് പിന്നെ അച്ഛൻ ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്ന ഒരച്ഛൻ ഇങ്ങനെ ഒരു കള്ളത്തരം ഉണ്ടെന്ന് അവർ ചർച്ച ചെയ്യുന്നതും, എങ്ങനെ അവരെ ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോകാം, അവരെ എന്താ പറയുക, അതിലൊരുത്തൻ രണ്ടുപേരെ ഇരട്ടകളെന്ന് വെച്ചാൽ രണ്ടുപേരെയും രണ്ട് ഫാമിലിയിലും ഉള്ള രണ്ട് ഭാര്യമാർക്കുണ്ടായ ഇളയ കുട്ടിയെന്ന് പറയുന്നത് കാണാൻ ഒരുപോലെയാണ്. അവർ രണ്ടുപേരെയും പുറത്തിറങ്ങാതെ ഒരുമിച്ച് കാണാതെ നോക്കണം. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം വരും, ഇത്രയും വലിയൊരു ആദർശവാദിയൊക്കെ ആയിരുന്ന ഭരതൻ ഇങ്ങനെ ഒരു അവിഹിത ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ അറിയാണ്ട് നോക്കേണ്ടത്. കാര്യങ്ങളൊന്നും തൻ്റെ അച്ഛന് ആദർശ ധീരനായിട്ടുള്ള തൻ്റെ അച്ഛന് മറ്റൊരു ബന്ധത്തിലൊരു കുട്ടിയുണ്ടെന്നും ഭാര്യയുണ്ടെന്നും ഒക്കെ നാട്ടിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന പ്രകടനങ്ങളാണ് ഈ ഒരു സിനിമ. അത് കണ്ടിരിക്കേണ്ടുന്ന ഒരു കഥ തന്നെയാണ്. നല്ല രസത്തിൽ കണ്ടിരിക്കാം. ഫാമിലിയായിട്ട് ഇരുന്ന് നമുക്കിങ്ങനെ ചിരിച്ചുകൊണ്ട്, കുറച്ച് അവസാനത്തേക്ക് വരുമ്പോൾ കുറച്ച് സങ്കടപ്പെട്ടുകൊണ്ട്, പിന്നെയും പുഞ്ചിരിച്ചുകൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ഭരതനാട്യം. മലയാള സിനിമയിൽ ഇങ്ങനെ വഴിമാറി സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് കിടിലൻ 100 കോടിയും 200 കോടിയൊക്കെ കടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കൊച്ചു സിനിമകളും കൂടെ വരട്ടെ. അത് നല്ല ക്വാളിറ്റിയിലും നല്ല മികവിലും എടുക്കാൻ എല്ലാ സംവിധായകർക്കും സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു റിവ്യൂ വീഡിയോ ആയിട്ട് വരാം. See you.